ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോയ ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കിത് ചിക്കനൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലോട്ടേക്ക് കുറച്ച് സോയ ചങ്ക്സ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഇതിൽ നിന്ന് കുതിർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കളയാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളമൊന്ന് ഗ്യാസിലോട്ടേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ സോയ ചങ്ക്സ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. 1-2-3 തള വരുമ്പം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. പിഴിഞ്ഞിട്ടൊന്ന് മാറ്റിയിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണും കൂടി മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി കുക്കായിട്ടുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ഫ്രൈ വന്നോളും. അപ്പോൾ 2 സൈഡും നല്ല ക്രിസ്പി ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടേക്കൊന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയിലേക്കായിട്ട് ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് സ്പ്രിംഗ് അണിയനും ഒരു പകുതി ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ സോസുകളും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡ് ചില്ലി സോസിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാത്രം ഒന്ന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അധികം വഴന്ന് വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എക്സ്ട്രാ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആ സോസിൻ്റെ ഒക്കെ തന്നെ നല്ലൊരു റെഡിഷ് കളർ നമുക്കിതിന് കിട്ടും. ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് സവാള, ഒരു പകുതി സവാള ക്യൂബ്സായിട്ട് മുറിച്ചതും അതുപോലെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സും കൂടി ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു നുള്ള് പഞ്ചസാരയും കൂടിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്.
അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോസിലെല്ലാം അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് സ്പ്രിംഗ് അണിയനും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രിംഗ് അണിയൻ ഇല്ലാന്നുള്ളവർക്ക് മല്ലിയില ചേർത്താലും മതി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. താങ്ക്